Hi friends, this is Shabi Mohammed and you're watching Comcom Common Commerce. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി. കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ ഇന്നും ജേർണൽ എൻട്രീസ് തന്നെയാണ്. അതൊരു 8-10 ക്ലാസ് അങ്ങനെ തന്നെ പോകും. ബിക്കോസ് യു ഹാവ് ടു ഗെറ്റ് മോർ തറോ ഓൺ ദാറ്റ്. ദാറ്റ്സ് വൈ ഐ എം ടേക്കിംഗ് ദിസ് ടൈം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ജേർണൽ എൻട്രി തന്നെയാണ്. അതിൽ കുറച്ച് കോമ്പൗണ്ട് എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ജേർണൽ എൻട്രിയിൽ 2 എണ്ണേ വരത്തുള്ളൂ. മീൻസ് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും വരത്തുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പക്ഷെ ഇടയ്ക്ക് നമ്മൾ കോമൺ എൻട്രിയുടെ 1-2 എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. അതായത് ഒരു എൻട്രി തന്നെ 2 ഡെബിറ്റും 2 ക്രെഡിറ്റ്, അല്ലെങ്കിൽ 2 ഡെബിറ്റ് 1 ക്രെഡിറ്റ്, 2 ക്രെഡിറ്റ് 1 ഡെബിറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കും എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ പർച്ചേസ് ഇല്ലേ, സാധനം പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ 3 ജേർണൽ എൻട്രീസ് എങ്ങനെ വരും എന്നുള്ളതാണ്. അതായത് മിസ്റ്റർ എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ എന്താ പറയാ 2019-20 ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിൽ വരുന്ന 3 എൻട്രീസ് ആണ് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, മിസ്സസ് എസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് പർച്ചേസ് റിലേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോമ്പൗണ്ട് എൻട്രീസ് ആണ്. അതായത് ഒരു സാധനം വാങ്ങിച്ചു, പിന്നെ അതിന് പൈസ തിരിച്ചടയ്ക്കുന്നത്, അങ്ങനെ വരുന്ന കുറച്ച് എൻട്രീസ് ആണ്. സോ ഫസ്റ്റ് എൻട്രി നോക്കൂ. 1st October 2019 ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ എക്സ് ഓഫ് ₹50,000 ഓൺ ക്രെഡിറ്റ്. അതായത് മിസ്സസ് എസ് ലിമിറ്റഡ് മിസ്റ്റർ എക്സിൽ നിന്ന് 50,000 രൂപയുടെ സാധനം മേടിച്ചു. ഇത്ര 50,000 രൂപയുടെ സാധനം മേടിച്ചു. എങ്ങനെ മേടിച്ചു? കടത്തിനാണ് മേടിച്ചേക്കുന്നത്. സോ ഈ എൻട്രിയിൽ നമ്മൾ നോക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആരെ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്? മിസ്റ്റർ എക്സിന്റെ കയ്യിലാണ്. സോ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെ വരും? ഞാൻ ഒരു കാര്യം ഓർത്ത് വെക്കുക, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഡയറക്റ്റ് ആയിട്ട് ജേർണൽ എൻട്രി എഴുതിയാൽ മതി. പിന്നെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെ അത് വന്നു എന്ന് കാണുന്നത് മനസ്സിലാകാനായിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ഫസ്റ്റ് കാണുന്ന ആൾക്കാരുണ്ടാവുക, ചിലപ്പോൾ അവർക്കും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാനായിട്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. പർച്ചേസും പിന്നെ മിസ്റ്റർ എക്സും, ഇങ്ങനെ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, എത്ര രൂപയുടെ സാധനമാണ് മേടിച്ചിരിക്കുന്നവര്? ₹50,000. ഇനി നമ്മൾ നോക്കുക, ഈ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഈ പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കുറെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പർച്ചേസ് ഏതിലാണ് വരുന്നത്? അസറ്റിനാണ് വരുന്നത്. സോറി, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എക്സ്പെൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. എക്സ്പെൻസിനാണ് വരുന്നത്. ഓക്കെ, എക്സ്പെൻസിൽ വരുന്ന സിറ്റുവേഷനില് ഇത് എക്സ്പെൻസ് ആണ്, പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കയ്യിൽ നിന്നാണ് സാധനം വാങ്ങിച്ചത്. സോ അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുണ്ട് അല്ലേ? ആർക്കാണോ നമ്മൾ പൈസ കൊടുക്കാനുള്ളത്, ഒരു ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത്, അയാളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. ഈ ക്രെഡിറ്റർ ഏതിനാണ് വരുന്നത്? ലയബിലിറ്റീസിലാണ് വരുന്നത്. സോ ഇത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. എന്ത് ലയബിലിറ്റിയാണ്? കറണ്ട് ലയബിലിറ്റിയിലാണ് വരുന്നത്. ഓക്കെ, ഈ മിസ്റ്റർ എക്സ് എന്താണ്? മിസ്സസ് എക്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണല്ലേ? ക്രെഡിറ്റർ പൈസ കൊടുക്കാനുള്ള ആളാണ്. സോ അയാൾക്ക് പൈസ കൊടുക്കാനുള്ളതുകൊണ്ട് അത് ബാധ്യതയായി. കടത്തിന് സാധനം വാങ്ങിച്ച പൈസ കൊടുക്കണമല്ലോ. സോ അത് നമ്മുടെ ബാധ്യതയാണ്, ബിസിനസിന്റെ ബാധ്യതയാണ്. ഇനി നോക്കാം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നോക്കൂ, 1 എക്സ്പെൻസും വന്നിട്ടുണ്ട്, 1 ലയബിലിറ്റിയും വന്നിട്ടുണ്ട്. എക്സ്പെൻസ്, പിന്നെ വരുന്ന ഏതാണ്? ലയബിലിറ്റി. ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടുകയാണ് ചെയ്തത്, കുറയുകയാണ് ചെയ്തത്. ഒരു സാധനം വാങ്ങിച്ചു, അത് ചെലവാണ് നമുക്ക്.
സോ ആ എക്സ്പെൻസ് കൂടിയിട്ടേ ഉള്ളൂ. സോ ഈ എക്സ്പെൻസ് ഇവിടെ കൂടി. ഏതാണ്? പർച്ചേസ്. അതേസമയം മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ലയബിലിറ്റിയും കൂടിയിട്ടുണ്ട്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ലയബിലിറ്റിയും കൂടിയിട്ടുണ്ട്. മിസ്റ്റർ എക്സിന് കൊടുക്കാനുള്ള പൈസയും കൂടിയിട്ടുണ്ട് അല്ലേ? സോ ലയബിലിറ്റി അതും കൂടി. അപ്പാരൽ മിസ്റ്റർ എക്സ്. എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? റൂൾ അനുസരിച്ച് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോ ഇങ്ങനെയാണ്, ഇതിന്റെയാണ് ജേർണൽ എൻട്രി റൂൾ ഉള്ളത്. ഓക്കെ, ഇനി ഇതിനനുസരിച്ച് നമ്മൾ ജേർണൽ എൻട്രി കൊടുക്കാം. എന്നാണ് ഡേറ്റ്? 1 ഒക്ടോബർ 2019. എൻട്രി എങ്ങനെയാണ്? ഏത് എക്സ്പെൻസ് ആണ്? പർച്ചേസ് ആണ്. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡെപ്റ്റർ ഇങ്ങനെ എഴുതുക, ലൈനായിട്ട് DR 2 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഡെബിറ്റിന് താഴെയായിട്ട് കുറച്ച് റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ട് 2 ഏതാണ്? മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ലയബിലിറ്റി ആണ്. ഓക്കെ, മിസ്റ്റർ എക്സിന് എത്രയാണ് കൊടുക്കേണ്ടത്? 50,000. 50,000. നരേഷൻ കൊടുക്കുക. ബീയിങ് goods purchased from Mr. X on credit rupees 50,000. 50,000 രൂപയുടെ സാധനം കടത്തിന് മേടിച്ചു. ഇതാണ് നരേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എൻട്രി നോക്കാം. ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ് rupees 49,500 out of rupees 50,000. rupees 500 taken as discount from Mr. X. അതായത് നമ്മള് 50,000 രൂപ കൊണ്ട് കൊടുത്തു. അതായത് മിസ്റ്റർ എക്സിന്റെ 1-ാം തീയതി 50,000 രൂപയുടെ സാധനം വാങ്ങിച്ചു. 3-ാം തീയതി ആയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പൈസ കൊണ്ട് കൊടുത്തു. 50,000 തിരിച്ചു കൊണ്ട് കൊടുത്തു. തിരിച്ചു കൊണ്ട് കൊടുത്തപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് 50,000 രൂപ വേണ്ട, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പൈസ കൊണ്ട് എത്തിച്ചല്ലോ, സോ 500 രൂപ കുറച്ച് മതി എന്ന് പറഞ്ഞു. സോ 49,500 അയാൾ എടുത്തോളൂ. 500 രൂപ നമുക്ക് ലാഭമായില്ലേ? അതായത് 50,000 കൊടുക്കേണ്ടത് 49,500 കൊടുത്തോളൂ. സോ 500 രൂപ നമുക്ക് ലാഭമായി. ഇനി ആ സെക്കൻഡ് എൻട്രി നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് നോക്കുന്നത്. അയാൾ നമുക്ക് ഡിസ്കൗണ്ട് തന്നു. എത്ര രൂപയുടെ ഡിസ്കൗണ്ട് തന്നു? 500 രൂപയുടെ ഡിസ്കൗണ്ട്. ഓക്കെ, ഇവിടെയാണ് ഈ കോമ്പൗണ്ട് എൻട്രി വരുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ എൻട്രിയിൽ കോമ്പൗണ്ട് എൻട്രി വരുന്നില്ല. പക്ഷേ നമ്മൾ ഈ എൻട്രി പറയണമെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കി ഇത് കൂടുതൽ ക്ലിയർ ആവണമെങ്കിൽ അതിന് മുമ്പ് ഒരു പർച്ചേസ് കാണിക്കണം. സോ പർച്ചേസ് കാണിച്ചിട്ട് ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ദാറ്റ്സ് വൈ ഞാൻ ഇത് സെക്കൻഡ് എൻട്രി ആയിട്ട് കൊടുത്തത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുത്തു? മിസ്റ്റർ എക്സിന് കൊടുത്തു. ഇനി എന്ത് വന്നിട്ടുണ്ട്? ഡിസ്കൗണ്ടും വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ 3 കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു എൻട്രി കണ്ടാൽ, ഒരു ട്രാൻസാക്ഷൻ കണ്ടാൽ എന്തൊക്കെ എൻട്രി വരുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്? ക്യാഷ് വന്നിട്ടുണ്ട്, മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ പാർട്ടിയും വന്നിട്ടുണ്ട്, അത് മാത്രമല്ല ഡിസ്കൗണ്ട് റിസീവ്. ഇതാണ് 3 മെയിൻ ഐറ്റംസ് വന്നിട്ടുള്ളത്. പർച്ചേസിന്റെ കഴിഞ്ഞ എൻട്രി ആയിരുന്നു, അത് കഴിഞ്ഞു. പർച്ചേസ് കിട്ടി. ഇനി അതിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ വരുന്നത് ക്യാഷ് പേ ചെയ്തു. അത് ആർക്കാണ് പേ ചെയ്തത്? മിസ്റ്റർ എക്സിന് പേ ചെയ്തു. ഇനി മിസ്റ്റർ എക്സിന് പേ ചെയ്തപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്? 50,000 വേണ്ട, 49,500 മതി. സോ 500 രൂപ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോ ക്യാഷ്, മിസ്റ്റർ എക്സ്, ഡിസ്കൗണ്ട്, ഇതാണ് വന്നിരിക്കുന്നത്. ക്യാഷ് ഏതൊക്കെയാണ്? ക്യാഷ്, മിസ്റ്റർ എക്സ്, പിന്നെ വരുന്നത് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് അയാൾ നമുക്ക് തന്നതാണ് അല്ലേ? നമുക്ക് തന്ന ഡിസ്കൗണ്ട് ആണ്. സോ അത് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് എഴുതുക. സോറി ടു സേ, ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തു നിന്നപ്പോഴാണ് ഒരു മിസ്റ്റേക്ക് മനസ്സിലായത്. അതായത് ശരിക്കും ഞാനിപ്പോ ഈ പറയുന്ന എൻട്രിയില് ഡിസ്കൗണ്ട് അലൗഡ് അല്ല വരേണ്ടത്. ഞാൻ അത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അറിയാതെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്.
ശരിക്കും അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലാണ് വരേണ്ടത്. ബിക്കോസ് അത് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്, ഒരാൾ നമുക്ക് തരുന്ന ഡിസ്കൗണ്ട് ആണ്. റൂൾ അനുസരിച്ച് കറക്റ്റ് ആണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ ആ പേര് മാറിപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അല്ല, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ആ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന പേരാണ് അതിൽ വരേണ്ടത്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അത് ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ വെച്ചപ്പോഴാണ് കാര്യം ഓർത്തത്. ബിക്കോസ് പിറ്റേ ദിവസത്തെ ക്ലാസ്സും കൂടെ എടുക്കാൻ നേരത്തെ ആലോചിച്ചപ്പോഴാണ് അന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ മാറിപ്പോയെന്ന് വിചാരിച്ചത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിസ്കൗണ്ട് അലൗഡ് അല്ല, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ്. ഇതൊക്കെ എത്ര രൂപയ്ക്കാണ് സംഭവിച്ചിരിക്കുന്നത്? ഓക്കെ, ക്യാഷ് കൊടുത്തു. എത്ര? ₹50,000. 50,000 രൂപ ക്യാഷ് കൊടുത്തു അല്ലേ? അല്ല, ക്യാഷ് എത്രയാണ് കൊടുത്തത്? 49,500 ക്യാഷ് കൊടുത്തത്. മിസ്റ്റർ എക്സിനാണ് എത്രയാണ് കൊടുക്കേണ്ടിയിരുന്നത്? ₹50,000. ക്യാഷ് കൊടുത്തത് 49,500. മിസ്റ്റർ എക്സിന് കൊടുക്കേണ്ടിയിരുന്നത് ₹50,000. ഡിസ്കൗണ്ട് അലൗഡ്, അതായത് 500 രൂപയുടെ ഡിസ്കൗണ്ട് ആണ് അയാൾ നമുക്ക് തന്നത്. ഈ 3 ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ 3 ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഏതാണ്? ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അസറ്റ് തന്നെയാണ് ക്യാഷ്. എന്ത് അസറ്റ് ആണ്? കറന്റ് അസറ്റ്. മിസ്റ്റർ എക്സ് എന്താണ്? മിസ്റ്റർ എക്സ് ഓഫ് കോഴ്സ് അത് ക്രെഡിറ്റർ തന്നെയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും ക്രെഡിറ്റർ എന്ന പോസ്റ്റിലാണ് അയാൾ നിൽക്കുന്നത്. ക്രെഡിറ്റർ, ലയബിലിറ്റി, ഡിസ്കൗണ്ട് അലൗഡ്. നമുക്കൊരാൾ ഡിസ്കൗണ്ട് തന്നു, അത് നമ്മുടെ നേട്ടമാണ് അല്ലേ? നമുക്കൊരു ലാഭം കിട്ടുന്ന പോലെയാണ്. സോ അത് ഗെയിൻ ആണ്. നമ്മളെ ഓക്കെ, ഗെയിൻ ആണ്, ഒരു നേട്ടമാണ്. പക്ഷെ നമുക്ക് വരുമാനമൊന്നും കിട്ടുന്നില്ല അതിന്. സോ അതിന് ഇൻകം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് നമുക്ക് ഉള്ളതിൽ നിന്നൊരു നേട്ടം കിട്ടുന്ന കാര്യമാണ്. 50,000 കൊടുക്കാനുള്ളടത്ത് 49,500 കൊടുത്തു, 500 രൂപയുടെ നേട്ടം ഉണ്ടായി നമുക്ക്. സോ അതൊരു ഗെയിൻ ആണ്. ഗെയിൻ. ഇവിടെ 3 ഐറ്റംസ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റി, ഗെയിൻ. ഓക്കെ, ഇനി നമ്മൾ റൂളിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഏതൊക്കെ വന്നിട്ടുണ്ട്? അസറ്റ് വന്നിട്ടുണ്ട്, ലയബിലിറ്റി വന്നിട്ടുണ്ട്, ഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അസറ്റ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ക്യാഷ് കൊടുത്ത ഒരാൾക്ക്, അപ്പോ അസറ്റ് കുറയുകയാണ് ചെയ്തത്, ക്യാഷ് കുറയുകയാണ് ചെയ്തത്. സോ അസറ്റ് ഇവിടെ കുറഞ്ഞു. ഓക്കെ, മിസ്റ്റർ എക്സിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു. അയാൾ ഒരു ലയബിലിറ്റി നേരത്തെ ആയിരുന്നു, പക്ഷെ ആ ബാധ്യത കൊടുത്തു തീർത്തു. സോ ലയബിലിറ്റി കുറയുകയാണോ ചെയ്തത്, കൂടുകയാണോ ചെയ്തത്? ലയബിലിറ്റിയും കുറഞ്ഞു അല്ലേ? ലയബിലിറ്റിയും കുറഞ്ഞു. ഇനി അടുത്ത് നോക്കുക. ഇതുവരെ ഒരു നേട്ടം, പെട്ടെന്ന് ഒരു ഗെയിൻ ആയിട്ട് ഒരു കാര്യം വരുന്നു. സോ ഗെയിൻ ഇവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്, ഡിക്രീസ് ആവുകയാണ് ചെയ്തത്? ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, ഗെയിൻ ഇൻക്രീസ് ആയി. ഇവിടെ അസറ്റും കുറഞ്ഞു, ലയബിലിറ്റിയും കുറഞ്ഞു, ഗെയിൻ ഇൻക്രീസ് ആയി. ഓക്കെ, അസറ്റ് ഏതാണ്? ക്യാഷ്. ക്യാഷ് കുറഞ്ഞു. ക്രെഡിറ്റർ മിസ്റ്റർ എക്സ് കുറഞ്ഞു. പിന്നെ ഗെയിൻ ഉണ്ടായി. എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട റൂൾ അനുസരിച്ച് എങ്ങനെ വരും? അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അത് മാത്രമല്ല, ലയബിലിറ്റി കുറഞ്ഞാലോ ഡെബിറ്റ് ചെയ്യും. ലയബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഗെയിൻ കൂടിയാൽ, അതായത് ഗെയിൻ കൂടിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഓൺ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സോ ഗെയിൻ കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ഓൺ ഇൻകംസ് ആൻഡ് ഗെയിൻസ്.
ഗെയിൻ കൂടുകയും ചെയ്താൽ ഗെയിനോ ഇൻകമോ കൂടുകയും ചെയ്താൽ അതിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് റൂൾ അനുസരിച്ച് ചെയ്യേണ്ട കാര്യം. ഇനി എന്താണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളത് മുമ്പുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ ഐസക് ന്യൂട്ടന്റെ ലോ പഠിച്ചിട്ടുണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുപോലെ കൊമേഴ്സിൽ അറിയപ്പെടേണ്ട ഒരു ഇതാണ് ഫോർ എവറി ഡെബിറ്റ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ അത് രണ്ടർത്ഥം ബാധിക്കാറുണ്ട്, രണ്ട് രീതിയിലും ബാധിക്കാറുണ്ട്. ഒന്ന് ചെയ്യുന്ന റിയാക്ഷൻ മറ്റൊന്നിലായിരിക്കും ബാധിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് ഒരു സാധനം നമ്മൾ വാങ്ങിച്ചപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്യുന്നു, അതേ സമയത്ത് സാധനം കിട്ടുകയും ചെയ്യുന്നു. സോ രണ്ടും സംഭവിക്കുകയാണ്. സോ ഇത് എങ്ങനെ അക്കൗണ്ട്സ് പരമായിട്ട് എഴുതും, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ അക്കൗണ്ട്സ് പരമായിട്ട് കാണിക്കും, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഡെബിറ്റും ക്രെഡിറ്റും. പക്ഷെ അത് യൂസ് ചെയ്യുന്നതിന് ഒരു റൂൾ ഉണ്ട്. ആ റൂള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ട് ചാനൽ നോക്കുക, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ എൻട്രി ഡേറ്റ് എന്താണ്? 3rd October. അതിന്റെ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് കൊടുക്കുക മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിനെ ഡെബിറ്റ് ചെയ്യുക. എത്രയാണ് മിസ്റ്റർ എക്സിന് കൊടുക്കാനുള്ള പൈസ? 50,000 രൂപ. എത്ര? 50,000. ഓക്കെ, ഇനി വരുന്നത് ക്യാഷ് കൊടുക്കാറുണ്ട്. കൊടുത്തു, അയാൾക്ക് ക്യാഷ് കൊടുത്തു. സോ അതിനെ ക്രെഡിറ്റ് ചെയ്യുക ടു ക്യാഷ്. മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എത്രയാണ് അയാൾക്ക് കൊടുത്ത പൈസ? 49,500. ഇനി എത്രയാണ് അയാൾക്ക് കിട്ടിയ ഗെയിൻ എന്ന് പറയുന്നത്? അതിനെ ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്? ടു ഡിസ്കൗണ്ട് അലൗഡ്. എത്രയാണ്? ₹500. ഇനി രണ്ട് സൈഡ് നോക്കിയാൽ രണ്ടടുത്ത് 50,000 ആയില്ലേ? ഇവിടെ 50,000, 49,500 പ്ലസ് 500, 50,000. സോ നോക്കുക, നരേഷൻ എങ്ങനെയാണ്? ബീങ് ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ് ₹49,500 ഔട്ട് ഓഫ് 50,000, 500 as discount received. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട് എൻട്രി. സാധാരണ നോർമൽ എൻട്രി എന്ന് പറയുന്നത് 2 എൻട്രി ആയിരിക്കും വരുന്നത്. ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ 2 ക്രെഡിറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 ഡെബിറ്റ് 2 ക്രെഡിറ്റ്, അല്ലെങ്കിൽ 2 ഡെബിറ്റ് 1 ക്രെഡിറ്റ്, ഇങ്ങനത്തെ 2 കൂടുതൽ വരുന്നതാണെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട് എൻട്രിയുടെ മറ്റൊരു ഉദാഹരണം. മനസ്സിലായല്ലോ? ഇനി അടുത്ത എൻട്രി നോക്കാം. അതായത് നോക്കിക്കേ, അടുത്ത എൻട്രി നോക്കാം. 4-ാം തീയതി സെപ്റ്റംബർ 4th ഗുഡ്സ് പർച്ചേസ് ഓൺ ക്യാഷ് ₹20,000, ഓൺ ബാങ്ക് ₹70,000. അതായത് സാധനം വാങ്ങിച്ചപ്പോ കാശായിട്ട് സാധനം വാങ്ങിച്ചത് 20,000 രൂപയുടേതും, അതായത് അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്തത്, അതായത് നമ്മൾ കാർഡ് യൂസ് ഇങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് നടത്തി, അങ്ങനെ 70,000 രൂപയുടെ സാധനവും വാങ്ങിച്ചു. അതാണ് എൻട്രി, അതാണ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. സോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ഓഫ് കോഴ്സ് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്, അപ്പൊ പർച്ചേസ് വന്നിട്ടുണ്ട്, ക്യാഷിൽ നിന്ന് പോയിട്ടുണ്ട്, അപ്പൊ ക്യാഷ് അക്കൗണ്ട് വന്നിട്ടുണ്ട്, പിന്നെ ബാങ്കും വന്നിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൽ നിന്ന് പൈസ പോയതുണ്ട്. ഓക്കെ, അപ്പൊ പർച്ചേസ് ക്യാഷ് ബാങ്ക്. ഈ പർച്ചേസ് എത്ര രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്? 70,000 പ്ലസ് 20,000, 90,000 അല്ലേ? ₹90,000. ക്യാഷ് വഴി എത്രയാണ് പോയിരിക്കുന്നത്? പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് 20,000, ₹20,000. ഇനി ബാങ്ക് വഴി പേയ്മെന്റ് പോയിരിക്കുന്നത് ₹70,000.
70,000 രൂപ. പർച്ചേസ് ചെയ്താൽ വരുന്നത് എക്സ്പെൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. എക്സ്പെൻസ്. ക്യാഷ് ഓഫ് അത് അസറ്റ്. ബാങ്കും അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് വന്നേക്കുന്നത്? എക്സ്പെൻസ് വന്നിട്ടുണ്ട്, അസറ്റ് വന്നിട്ടുണ്ട്. 2 അസറ്റ്സ് ആണ് വന്നേക്കുന്നത്. ഇവിടെ കോമ്പൗണ്ട് 3 ഐറ്റംസ് ആണ് വന്നേക്കുന്നത്. സോ നോക്കുക, എക്സ്പെൻസ് ഏതാണ് ഇവിടെ? എക്സ്പെൻസ് എന്തായിട്ടുണ്ട്? ഇവിടെ കൂടിയിട്ടുണ്ട്. പർച്ചേസ്, സാധനം വാങ്ങിച്ചു. സോ ആ ചെലവ് കൂടിയിട്ടുണ്ട്. സാധനം വാങ്ങിക്കുന്ന ഒരു ചെലവാണ്. സോ ആ ചെലവ് കൂടിയിട്ടുണ്ട്. എക്സ്പെൻസ് ഇൻക്രീസ് ആയി. എന്ത് എക്സ്പെൻസ് ആണ്? പർച്ചേസ് ആണ്. സോ പർച്ചേസ് ഇൻക്രീസ് ആയപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസ്, when expense increases you must debit it. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, അസറ്റ് വന്നിട്ടുണ്ട്. അസറ്റ് വന്നിട്ടുണ്ട്. ഏതാണ് അസറ്റ്? ക്യാഷ്. ക്യാഷ് ഇവിടെ കുറയുകയാണ് ചെയ്തത്. കാരണം 20,000 രൂപ പൈസ അടച്ചു. സോ ഉള്ള പൈസ കയ്യിൽ നിന്ന് പോകുന്നു. സോ അസറ്റ് കുറഞ്ഞു. ഏത് അസറ്റാണ്? ക്യാഷ്. ഇനി ക്യാഷ് കുറഞ്ഞു അല്ലെങ്കിൽ അസറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ബാങ്കിലും വരുന്നത്. അസറ്റ്. അസറ്റ് ഇവിടെ കുറഞ്ഞു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ബാങ്കിൽ നിന്ന് പൈസ പോയത് 70,000 രൂപ അല്ലേ? സോ ബാങ്കിൽ നിന്ന് പൈസ പോയി. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു ജേർണൽ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? ഇത് നിങ്ങൾ എഴുതുന്നത്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു എൻട്രി കണ്ടാൽ, ഒരു ട്രാൻസാക്ഷൻ കണ്ടാൽ അതിന്റെ എൻട്രി മാത്രം എഴുതിയാൽ മതി. ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുള്ളൂ എങ്ങനെ വന്നു എന്നുള്ളത്. ഓക്കെ, 4th സെപ്റ്റംബർ. എന്താണ് എൻട്രി? എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്? പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ക്യാഷിനെയും ബാങ്കിനെയും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് എൻട്രി വരേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ഇട്ട് to cash to bank. ഇനി നോക്കാം, എമൗണ്ട് നോക്കാം. പർച്ചേസ് ചെയ്തത് എത്ര രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തത്? 90,000. അതിന് ഡെബിറ്റ് കോളത്തിൽ കൊടുക്കുക. ക്യാഷ് എത്രയ്ക്കാണ് പോയിരിക്കുന്നത്? 20,000. ബാങ്കിൽ നിന്ന് എത്ര പൈസയാണ് പോയിരിക്കുന്നത്? 70,000. ഓക്കെ, ഇനി ഇതിന്റെ നരേഷൻ കൊടുക്കുക. ബീയിങ് goods purchased on cash rupees 20,000. Bank rupees 70,000. ഓക്കെ, ഇതാണ് എൻട്രി കംപ്ലീറ്റ്. നരേഷൻ കംപ്ലീറ്റ് ചെയ്യും. എന്തിനാണ് നരേഷൻ കൊടുക്കുന്നത് വെച്ചാൽ, ഈ എൻട്രി പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇവിടെ എന്താണ് ചെയ്തു എന്നുള്ളത്. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട്, എന്നാൽ എല്ലാ കണ്ടന്റും വരുന്ന രീതിയിലുള്ള നരേഷനാണ് കൊടുക്കേണ്ടത്. എന്നാൽ അത് ബ്രീഫും ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് എൻട്രിയുടെ പർച്ചേസ് റിലേറ്റഡ്. ഇനി സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു കോമ്പൗണ്ട് എൻട്രി സാധനം വിൽക്കുന്ന സമയത്തുള്ളത് എങ്ങനെയാണ്, അങ്ങനത്തെ എന്തെങ്കിലും എൻട്രീസ് വന്നാൽ എങ്ങനെ ചെയ്യാം. അതായത് സാധനം വിറ്റു, അയാൾ പൈസ തന്നില്ല, പിന്നീട് തരാമെന്ന് പറഞ്ഞു. പിന്നീട് അയാൾ പൈസ വരുമ്പോൾ അവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഫാക്ടർ വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരുന്നത്. സോ ഇതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം. ഇതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തു. താങ്ക് യു.